ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നെക്സ്റ്റ് ജെൻ വിസ്റ്റത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 6ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 1ാമത്തെ യൂണിറ്റ് അമൃതം നുകരാം. ഇതിലെ അടുക്കള എന്ന ചാപ്റ്ററാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അമൃതം നുകരാം, വിശപ്പിനേക്കാൾ നല്ല കറിയില്ല, അടുക്കള എന്ന വലിയ ലോകം. ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തെക്കുറിച്ചാണ്. ഏതായിരിക്കാം? അടുക്കള അല്ലേ? അടുക്കളയെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അമൃതം നുകരാം എന്താണ് ഈ തലക്കെട്ടിനർത്ഥം? അമൃതം പോലെയുള്ള ഭക്ഷണം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ നുകരാം. ഇതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ചിത്രത്തിൽ തന്നെ പലതരം കാര്യങ്ങളെ കുട്ടികൾ എല്ലാവരും ചെയ്യുന്നുണ്ട് അല്ലേ? ചപ്പാത്തി ഉരുട്ടുന്ന കുട്ടീനെ കാണാം, വട, ഇഡലി, ബ്രെഡ്, മുട്ട പൊരിക്കുന്ന അച്ഛനും മകളെയും കാണാം, ലഡു കഴിക്കുന്ന പെൺകുട്ടിയെ കാണാം. അങ്ങനെ ഒരു ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ ഭക്ഷണം എന്ന് പറയുന്നത് ഒരു അമൃതം തന്നെയാണ്. ഭക്ഷണം കഴിക്കുക എന്നത് വെറും വയറു നിറയ്ക്കലല്ല, അതൊരു ആഘോഷം തന്നെയാണ്. അമൃതം നുകരുന്നത് പോലെയാണ്. ആണും പെണ്ണും അച്ഛനും മകളും എല്ലാവരും പാചകത്തിലും ഭക്ഷണത്തിലും ഒരുപോലെ പങ്കെടുക്കുകയാണ്. പാചകം ആണിൻ്റെയോ പെണ്ണിൻ്റെയോ മാത്രം ജോലിയല്ല, എല്ലാവരുടെയും, ആണിൻ്റെയും പെണ്ണിൻ്റെയും ഉൾപ്പെടുന്ന എല്ലാവരുടെയും തന്നെ ജോലിയാണ്. അടുത്തായിട്ട് ദേവകി നിലയങ്കോടിൻ്റെ കാലപ്പകർച്ചകൾ എന്ന ഓർമ്മക്കുറിപ്പിലെ ഒരു ചെറിയൊരു ഭാഗത്തേക്ക് നമുക്ക് കടന്നു നോക്കാം. ഇനി നിങ്ങൾ ആ തലക്കെട്ടൊന്ന് നോക്കിയേ. വിശപ്പിനേക്കാൾ നല്ല കറിയില്ല, സ്നേഹത്തിനേക്കാൾ നല്ല സ്വാദുമില്ല, അടുക്കള എന്ന വലിയ ലോകത്തിൻ്റെ കാണാക്കാഴ്ചകളിലേക്ക്. ഈ വരികളുടെ അർത്ഥം എന്താണ്? അതായത് വിശക്കുമ്പോൾ കഴിക്കുന്ന ഏത് കറിയും നമുക്ക് നല്ലതാണല്ലേ, പക്ഷേ അതിലും വലുത് എന്താണ്? സ്നേഹമാണ്. സ്നേഹത്തോടെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനാണ് യഥാർത്ഥ സ്വാദ്. ഇനി നിങ്ങൾക്ക് അതുപോലെ തന്നെ അടുക്കള എന്നത് വേറൊരു പാചകത്തിൻ്റെ മാത്രമുള്ള ഒരു സ്ഥലമൊന്നുമല്ല, അത് വലിയൊരു ലോകത്തിലേക്കുള്ള കാണാക്കാഴ്ചകളിലേക്കുള്ള ഒരു വാതിലാണ് എന്നാണ് പറയുന്നത്. ഇനി തന്നിരിക്കുന്നത് നിങ്ങൾക്ക് എരിശ്ശേരി എന്നൊരു കറി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? അമ്മമാർ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാറുള്ള, നമ്മൾ ഓണത്തിനാണെങ്കിലും നമ്മുടെ വീടുകളിലാണെങ്കിലും സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു കറിയാണ് എരിശ്ശേരി. അതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള പാചകക്കുറിപ്പാണ് തുടക്കത്തിൽ തന്നിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് അതിൻ്റെ അവസാന ഭാഗത്തൊരു വരി നിങ്ങൾക്ക് കാണാം. അതായത് സ്ത്രീയുടെ ചിരി പോലെ എരിശ്ശേരി തിളച്ചാൽ മതി എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? സ്ത്രീകൾ എരിശ്ശേരി നമുക്ക് ഒരിക്കലും ഒരു പൊട്ടിത്തെറിച്ച് അങ്ങനെ തിളയ്ക്കുന്ന ഒരു കറി ആവരുത്, പതുക്കെ തിളയ്ക്കാനേ പാടുള്ളൂ. അതുപോലെ തന്നെയായിരിക്കണം സ്ത്രീയുടെ ചിരി. ഉറക്കെ ചിരിക്കുന്നവരാകരുത് സ്ത്രീകൾ എന്ന ഒരു സൂചനയും കൂടിയാണ് ഇതിനകത്ത് തന്നിരിക്കുന്നത്. നമുക്കറിയാം ഇതൊരു പഴയ ചിന്താഗതിയാണല്ലേ. പെൺകുട്ടികളെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നിങ്ങളുടെ അടുത്ത് പതുക്കെ ചിരിക്കണം, അടങ്ങി ഒതുങ്ങി മാത്രം നടക്കാനേ പാടുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലേ. അപ്പോൾ നമുക്ക് ഒന്ന് ഉറക്കെ ചിരിക്കാനും അതുപോലെ സ്വതന്ത്രമായിട്ട് ജീവിക്കാനുമുള്ള അവകാശം ആണും പെണ്ണെന്നുള്ള വ്യത്യാസമൊന്നും ഇല്ലാതെ എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ആ ഇക്വാലിറ്റിയുടെ പ്രാധാന്യം, ആ തുല്യതയുടെ പ്രാധാന്യം നമ്മുടെ മനസ്സിലെല്ലാം ചിന്തിപ്പിക്കുന്ന ഒരു സെൻറ്റൻസ് തന്നെയാണ് ഇത്. ഇനി ഇതിലെ ആദ്യത്തെ ചോദ്യം നമുക്ക് പരിചയപ്പെടാം. ഒരു ഭക്ഷണ വിഭവം പാചകം ചെയ്യുന്നതിൻ്റെ ചില സൂചനകളുള്ള കുറിപ്പാണ് നിങ്ങൾ വായിച്ചത്. പാചകത്തെ പറ്റി മാത്രം പറയുന്ന കുറിപ്പാണോ ഇത്? പാചകം ചെയ്യലും പാകം തിരിച്ചറിയലും സ്ത്രീകളുടെ മാത്രം കടമയാണെന്ന ചിന്തയ്ക്ക് ഇന്നും മാറ്റം വന്നിട്ടില്ലേ? ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം. നമുക്കതിൻ്റെ ആൻസർ നോക്കാം. ഉത്തരം: പാചകത്തെ പറ്റി മാത്രം പറയുന്ന ഒരു കുറിപ്പല്ല ഇത്. പാചകം സ്ത്രീകൾക്ക് മാത്രമുള്ള ജോലിയാണെന്ന പഴയ ചിന്ത ഇന്ന് മാറി. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ പാചകം പഠിക്കണം. അടുത്ത ചോദ്യം നോക്കൂ. എരിശ്ശേരി തിളയ്ക്കുന്നത് പോലെ പെൺകിടാങ്ങൾ ചിരിക്കാൻ പാടുള്ളൂ. ഇതിനോടുള്ള നിങ്ങളുടെ പ്രതികരണം. ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. അതായത് പെൺകുട്ടികളെ എപ്പോഴും അടങ്ങി ഒതുങ്ങി ചിരിക്കണം എന്ന പഴയ ചിന്തയെയാണ് ഇത് കാണിക്കുന്നത്. ഇന്ന് പെൺകുട്ടികൾക്ക് ഉറക്കെ ചിരിക്കാനും സ്വതന്ത്രമായി ജീവിക്കാനും എല്ലാ അവകാശങ്ങളുമുണ്ട്. ഇനി കൂട്ടുകാരെ, നിങ്ങളോടൊരു ചോദ്യം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറി എന്താണ്? ഏതാണെങ്കിലും കമൻറ്റ് ബോക്സിൽ ഒന്ന് റിപ്ലൈ തരണേ. അടുത്തതായി ടി പി രാജീവൻ മാസ്റ്റർ എഴുതിയ വയൽക്കര ഇപ്പോഴില്ലാത്ത എന്ന സമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ള കവിതയാണ് അടുക്കള. അതിനെപ്പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ നമ്മളുടെ അടുത്ത് കവി തുടക്കത്തിൽ തന്നെ ചോദിക്കുന്നുണ്ട്, ഭക്ഷണം എല്ലാവർക്കും വേണ്ടതല്ലേ, അപ്പോൾ അടുക്കളയോ? നിങ്ങളോടുള്ള ചോദ്യമാണ്. നമുക്ക് ആ കവിത ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അടുക്കള. നെല്ലും ഗോതമ്പും ചോളവും ബാർലിയും കരിമ്പും മുന്തിരിയും മധുര നാരങ്ങയും മത്സരിച്ചു വിളയുന്ന ഈ താഴ്വരയിൽ ആടും കോഴിയും താറാവും പന്നിയും ഒരുമിച്ചു മേയുന്ന ഈ വീട്ടിൽ ആര് മറന്നുവച്ചു ഈ അടുക്കള? ഒരു പക്ഷേ എൻ്റെ അമ്മയുടെ 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 ജീവിച്ചിരിക്കാൻ പോലും ഇടയില്ലാത്ത അമ്മയുടെ അമ്മയായിരിക്കാം. ഇവിടെ എപ്പോഴും ഒരാൾ കറിക്കു നുറുക്കിക്കൊണ്ടിരിക്കുന്നു, മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു, ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുന്നു, അരിയോ ഗോതമ്പോ ആട്ടിക്കൊണ്ടിരിക്കുന്നു, മല്ലിയോ മുളകോ അരച്ചുകൊണ്ടിരിക്കുന്നു, ഇഞ്ചിയോ പുതിനയോ ചതച്ചുകൊണ്ടിരിക്കുന്നു.
അടുപ്പത്തു തിളയ്ക്കുന്നതിൽ നിന്നും കുറച്ചെടുത്ത് എരിവും പുളിയും ഉപ്പും മധുരവും പാകം നോക്കിക്കൊണ്ടിരിക്കുന്നു. എഴുന്നേറ്റു കൈ കഴുകിക്കൊണ്ടിരിക്കുന്നു. ഒന്നിരിക്കാൻ പോലും സമയമില്ലാത്ത ധൃതി പോലെ നിലത്തും മേശപ്പുറത്തും ബാക്കിയായവ തുടച്ചു വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. പാത്രം കഴുകി നിരത്തി വെച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ എപ്പോഴും ഒരാൾ വിശന്നു നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു. ഇതൊരു അടുക്കള എന്നൊരു ചെറിയൊരു പാഠഭാഗമാണെങ്കിലും ഒരുപാട് അർത്ഥതലങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ അവസാന വരി ശ്രദ്ധിച്ചോ? അതായത് ഇവിടെ എപ്പോഴും ഒരാൾ വിശന്നു നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? അതായത് അടുക്കളയിൽ എല്ലാവർക്കും വേണ്ടി പാചകം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വീടുകളിലും അങ്ങനെ തന്നെയല്ലേ? പക്ഷേ പാചകം ചെയ്യുന്ന ആൾ, അതായത് മിക്കപ്പോഴും നമ്മുടെ അമ്മയായിരിക്കും അല്ലേ? പലപ്പോഴും സ്വന്തം വിശപ്പ് മറക്കുന്നു. എന്നിട്ട് എല്ലാവർക്കും വേണ്ടി വിളമ്പി കൊടുത്തിട്ട് അവസാനം വിശന്നിരിക്കുകയാണ് അവർ. അതാണ് കവി പറയുന്ന വിശന്ന് നിലവിളിക്കുന്നവർ. നിങ്ങളും ചിന്തിക്കുക, നിങ്ങളുടെ വീടുകളിൽ അമ്മമാർ വിശന്നിരിക്കുകയാണോ? നിങ്ങൾക്ക് ഭക്ഷണം എല്ലാം വിളമ്പി തന്നിട്ട് അമ്മ ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്നൊക്കെ അവരടുത്ത് അന്വേഷിക്കുക. ഇനി നമുക്കതിൻ്റെ പഠന പ്രവർത്തനങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, നാടിൻ്റെയും വീടിൻ്റെയും സമൃദ്ധിയെക്കുറിച്ച് കവിതയിൽ എന്തെല്ലാം പറയുന്നുണ്ട്? ഉത്തരം, നെല്ലും ഗോതമ്പും ചോളവും ബാർലിയും കരിമ്പും മുന്തിരിയും മധുരനാരങ്ങയും എല്ലാം ആ താഴ്വരയിൽ യഥേഷ്ടം വിളയുന്നു. ആടും കോഴിയും താറാവും പന്നിയുമെല്ലാം ആ വീട്ടിൽ ഒരുമിച്ച് മേഞ്ഞു നടക്കുന്നു. ആ നാടിൻ്റെയും വീടിൻ്റെയും വിഭവ സമൃദ്ധിയെ ഈ വരികളിൽ സൂചിപ്പിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. അടുക്കളയിൽ എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന പണികൾ എന്തെല്ലാമാണ്? ഉത്തരം, എപ്പോഴും ഒരാൾ കറിക്ക് നുറുക്കിക്കൊണ്ടിരിക്കുന്നു, മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു, അരിയോ ഗോതമ്പോ ആട്ടിക്കൊണ്ടിരിക്കുന്നു, മല്ലിയോ മുളകോ അരച്ചുകൊണ്ടിരിക്കുന്നു, ഇഞ്ചിയോ പുതിനയോ ചതച്ചുകൊണ്ടിരിക്കുന്നു, എരിവും പുളിയും ഉപ്പും മധുരവും പാകം നോക്കിക്കൊണ്ടിരിക്കുന്നു, നിലത്തും മേശപ്പുറത്തും ബാക്കിയായവ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു, പാത്രം കഴുകി നിരത്തി വെച്ചുകൊണ്ടിരിക്കുന്നു. ഈ പണികളെല്ലാം എപ്പോഴും അടുക്കളയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം, ഈ ജോലികളെല്ലാം നടക്കുമ്പോഴും അവിടെ വിശപ്പ് ബാക്കിയാവുന്നു എന്ന് സൂചിപ്പിക്കുന്ന വരി ഏതാണ്? ഏതാണ് മക്കളെ? നോക്കിയേ, ഇവിടെ എപ്പോഴും ഒരാൾ വിശന്നു നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു. ഈ വരിയാണ് കേട്ടോ. അടുത്ത ചോദ്യം, അടുക്കളയിൽ വിശന്നു നിലവിളിച്ചു കൊണ്ടിരിക്കുന്നത് ആരായിരിക്കും? ഉത്തരം, പണിത്തിരക്കുകൾക്കിടയിൽ അടുക്കളയിലെ സ്ത്രീക്ക് ഒരു ഒഴിവു സമയം ലഭിക്കുന്നില്ല. വീട്ടിലെ എല്ലാവരുടെയും വയറ് നിറയ്ക്കുന്ന അവൾക്ക് സ്വന്തം വയറ് നിറയ്ക്കാൻ കഴിയുന്നില്ല. തിരക്കുകൾക്കിടയിൽ ആ സ്ത്രീ വിശന്നിരിക്കുകയാണ്. ആരും ആ നിലവിളി ശ്രദ്ധിക്കുന്നില്ല. ഈ വിശപ്പ് ഭക്ഷണത്തിന് വേണ്ടി മാത്രമല്ല, സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള വിളിയുമാണ്. ആ നിലവിളി കാലങ്ങളായി അനുഭവിച്ചു പോരുന്ന ലിംഗ അസമത്വത്തിനും അനീതിക്കും എതിരാണ്. അടുത്ത ചോദ്യം നോക്കിയേ, ഇത്രയും സമൃദ്ധമായ അടുക്കളയിൽ എപ്പോഴും ഒരാൾ വിശന്ന് നിലവിളിക്കാൻ കാരണം എന്തായിരിക്കും? അതായത് അടുക്കളയിൽ ജോലി തിരക്കുകൾക്കിടയിൽ സ്ത്രീക്ക് ഒന്ന് നിവർന്നു നിൽക്കാൻ പോലും കഴിയുന്നില്ല. അവളുടെ വിശപ്പടക്കാൻ കഴിയുന്നില്ല. വിശന്നിട്ടുള്ള നിലവിളി മാത്രമല്ല അത്, അടുക്കളയിൽ ഉരുകിത്തീരുന്ന സ്ത്രീയുടെ നിലവിളിയാണ്. അടുത്തൊരു ചോദ്യം നോക്കൂ. അടുക്കളയ്ക്കുള്ളിൽ രണ്ട് കവിതയുടെ ചില ഭാഗങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ആദ്യത്തെ സംക്രമണം, ആറ്റൂർ രവിവർമ്മയുടെ. നോക്കൂ, മയങ്ങാറുണ്ടാവിൽ അവളോളം വൈകിയൊരു നക്ഷത്രവും ഒരൊറ്റ സൂര്യനും അവളേക്കാൾ നേരത്തെ പിടഞ്ഞെണീറ്റില്ല. കണ്ടോ? അടുത്തത് നോക്കിയേ, സാവിത്രി രാജീവിൻ്റെ പ്രതിഷ്ഠയിൽ നിന്നുള്ള വരികൾ. അടുക്കളയിലെ തേഞ്ഞു തീരുന്ന വീട്ടുപകരണമാണ് ഞാൻ. എൻ്റെ കുട്ടികൾക്ക് ചിലപ്പോൾ എണ്ണമറ്റ പലഹാരങ്ങൾ നിർമ്മിക്കുന്ന ഒരു യന്ത്രമാണ് ഞാൻ. കണ്ടോ? രണ്ട് കവിതാ ഭാഗങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ കവിതാ ഭാഗങ്ങൾക്ക് അടുക്കള എന്ന കവിതയുമായുള്ള ബന്ധം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ടി.പി. രാജീവിൻ്റെ അടുക്കള, ആറ്റൂർ രവിവർമ്മയുടെ സംക്രമണം, സാവിത്രി രാജീവിൻ്റെ പ്രതിഷ്ഠ തുടങ്ങിയ കവിതകളിലെല്ലാം അടുക്കളയിലെ ജീവിതമാണ് പ്രമേയമായി വരുന്നത്. ഒരു നക്ഷത്രവും അമ്മയേക്കാൾ നേരം വൈകി ഉറങ്ങാറില്ലെന്നും ഒരു സൂര്യനും അവളേക്കാൾ നേരത്തെ എണീക്കാറില്ലെന്നുമാണ് ആറ്റൂർ രവിവർമ്മ അദ്ദേഹത്തിൻ്റെ സംക്രമണം എന്ന കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സമയത്തേക്കാളൊക്കെ ഉപരിയായി കുടുംബത്തെ പുലർത്താൻ നെട്ടോട്ടം ഓടുന്ന അമ്മമാരുടെ ചിത്രം നമുക്ക് കാണാം. സാവിത്രി രാജീവിൻ്റെ പ്രതിഷ്ഠയിൽ പറയുന്നതും അടുക്കള ജീവിതത്തെക്കുറിച്ചാണ്. അടുക്കളയിലെ തേഞ്ഞു തീരുന്ന ഉപകരണമായാണ് അമ്മയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഒരു മെഴുകുതിരി ഒരുക്കിത്തീരുന്നത് പോലെ തന്നെയാണ് അടുക്കളയിലെ ഉപകരണങ്ങൾ തേയുന്നതും. അടുക്കളയിലെ അമ്മയും അങ്ങനെ തന്നെ തേഞ്ഞു തീരുന്നു എന്നാണ് കവയിത്രി പറയുന്നത്. തൻ്റെ മക്കൾക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന ഒരു യന്ത്രമാണ് അമ്മയെന്നും ഇതിൽ പറയുന്നു. ഈ രണ്ട് കവിതകളിലെ ആശയം തന്നെയാണ് ടി.പി. രാജീവിൻ്റെ അടുക്കളയിലും ഉള്ളത്. തൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ അമ്മയുടെ അതുമല്ലെങ്കിൽ തലമുറ ഏതെന്ന് പോലും അറിയാത്ത അമ്മയുടെ അടുക്കളയാണ് അത് എന്നാണ് കവി പറയുന്നത്. ആ വരികളിൽ തന്നെ അടുക്കള അമ്മമാർക്ക് മാത്രമായി ഉള്ളതാണ് എന്ന് വ്യക്തമാണ്. അമ്മയെ എപ്പോഴും ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയായാണ് ടി.പി. രാജീവൻ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മളെപ്പോഴും കറിക്ക് നുറുക്കിക്കൊണ്ടിരിക്കുന്നു,
മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു, ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുന്നു, അരിയോ ഗോതമ്പോ ആട്ടിക്കൊണ്ടിരിക്കുന്നു, ഇഞ്ചിയും പുതിനയും ചതച്ചുകൊണ്ടിരിക്കുന്നു, മല്ലിയും മുളകും അരച്ചുകൊണ്ടിരിക്കുന്നു, ഉണ്ടാക്കുന്ന വിഭവങ്ങളിൽ ഉപ്പുണ്ടോ മുളകുണ്ടോ എരിവുണ്ടോ എന്ന് നോക്കി സ്വാദ് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് മാത്രമല്ല അമ്മ ചെയ്യുന്നത്, മറ്റുള്ളവർ കഴിച്ചു തീരുന്ന പാത്രങ്ങളും മേശയും കസേരയും എല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഏതു നേരവും അടുക്കളയിലായിരുന്നിട്ടും അമ്മ തൻ്റെ വിശപ്പ് അകറ്റാൻ മറന്നു പോകുന്നു എന്നാണ് കവി പറയുന്നത്. അല്ലെങ്കിൽ തൻ്റെ വിശപ്പ് മാറ്റാനുള്ള സമയം കണ്ടെത്താൻ അമ്മയ്ക്ക് സാധിക്കുന്നില്ല. മറ്റുള്ളവർ കഴിക്കുന്നതിനിടയിൽ അമ്മ കഴിച്ചോ എന്ന് പോലും ആരും തിരക്കാറില്ല. ഈ 3 കവിതകളിലും പറയുന്നത് മറ്റുള്ളവർ മറന്നു പോകുന്ന അമ്മമാരുടെ അടുക്കള ജീവിതത്തെക്കുറിച്ചാണ്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് എല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ആക്കാനും മറക്കരുത്. എങ്കിൽ മാത്രമാണ് ടീച്ചർ ഇടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു ക്ലാസ്സുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.